എല്ലാവർക്കും നമസ്കാരം. ഉത്തരകാണ്ഡത്തിലെ അവസാനത്തെ കുറച്ച് നാമങ്ങൾ ചൊല്ലാം. സർവചരാചര പാലക രാമ, സർവഭവാമയ വാരക രാമ, വൈകുണ്ഠാലയ സംസ്ഥിത രാമ, നിത്യാനന്ദപദസ്ഥിത രാമ, രാമ രാമ ജയ രാജാ രാമ, രാമ രാമ ജയ സീതാരാമ. അങ്ങനെ നാമരാമായണത്തിലെ 108 നാമങ്ങളും നമ്മൾ ചൊല്ലി തീർത്തിരിക്കുകയാണ്. ദിവസേന ഇത് ചൊല്ലുന്നത് വളരെ നന്നായിരിക്കും. സീതാദേവിയെ പരിത്യജിച്ചെങ്കിലും കർമ്മകുശലതയും കൃത്യനിർവഹണവും ഒക്കെ ആദർശമായി എടുത്തിട്ടുള്ള ശ്രീരാമചന്ദ്രന് രാജ്യഭരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതനുസരിച്ച് പ്രജകളുടെ പരാതികളും ബുദ്ധിമുട്ടുകളും അതാത് സമയത്ത് തീർത്തു കൊടുക്കേണ്ടതുണ്ട്. ലവണാസുരൻ്റെ ഉപദ്രവം സഹിക്കാന് ആ പരാതിയുമായി വന്ന മുനിമാരെ സഹായിക്കാനായിട്ട് ശത്രുഘ്നനെ അയക്കുകയാണ് ലവണാസുരവധത്തിനായിട്ട്. നീണ്ട യാത്രയ്ക്ക് ശേഷമാണ് ശത്രുഘ്നന് ആ പ്രദേശത്തെത്താൻ പറ്റുക. വഴിയിൽ വാൽമീകി ആശ്രമത്തിൽ അദ്ദേഹം വിശ്രമിക്കുന്ന നേരത്ത് ആശ്രമത്തിനടുത്തുള്ള ഒരു യാഗസ്ഥലത്തിൻ്റെ പൂർവകഥ വാൽമീകി ശത്രുഘ്നനെ കേൾപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ബാക്കി കേൾക്കാം. സൂര്യവംശജനായ സൗദാസൻ എന്ന രാജകുമാരൻ ഒരിക്കൽ മൃഗയാവിനോദ തൽപരനായി വനാന്തരങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ വ്യാഘ്രരൂപം ധരിച്ച് മൃഗങ്ങളെ കൊന്നു തിന്നുന്ന 2 രാക്ഷസന്മാരെ കണ്ടുമുട്ടി. സൗദാസൻ അവരിൽ ഒരുവനെ കൊല്ലുന്നത് കണ്ട് അപരൻ പ്രതികാരം അനുഷ്ഠിക്കുവാൻ നിശ്ചയിച്ചുവെങ്കിലും തൽക്കാലം അതിന് കഴിവില്ലാത്തത് കൊണ്ട് സ്ഥലം വിട്ടു. പിതാവിന്റെ ചരമാനന്തരം സൗദാസൻ രാജ്യഭരണഭാരം കൈയേറ്റതിൽ പിന്നീടാണ് രാക്ഷസൻ പകവീട്ടാൻ ഒരുങ്ങിയത്. സൗദാസൻ അനുഷ്ഠിച്ച ഒരു മഹായജ്ഞത്തിന്റെ അവസാനത്തിൽ രാക്ഷസൻ രാജവംശാചാര്യനായ വസിഷ്ഠ മഹർഷിയുടെ രൂപം ധരിച്ചു വന്ന് ആവശ്യപ്പെട്ടു മാംസഭോജനം വേണമെന്ന്. അതനുസരിച്ച് രാജാവ് ഒരു പാചകനെ വിളിച്ച് മാംസഭോജനം തയ്യാറാക്കിച്ച് മഹർഷിക്ക് വിളമ്പിച്ചു. വാസ്തവത്തിൽ രാക്ഷസൻ പാചകവേഷത്തിൽ വന്നതാണെന്നും അവൻ വിളമ്പിയത് മനുഷ്യമാംസമായിരുന്നുവെന്നും സൗദാസൻ സ്വപ്നത്തിൽ കൂടി അറിഞ്ഞിരുന്നില്ല. എന്നാൽ ദിവ്യദൃഷ്ടിയുള്ള മഹർഷി മനുഷ്യമാംസമാണെന്ന് മനസ്സിലാക്കി രാജാവിന് ശാപമേകി അദ്ദേഹം നരമാംസഭോജിയാകട്ടെ എന്ന്. നിരപരാധിയായ തനിക്ക് നൽകപ്പെട്ട ശാപത്തിന് പ്രതിശാപം ഉച്ചരിക്കുന്നതിനായി സൗദാസൻ ജലം കയ്യിലെടുത്തപ്പോൾ രാജപത്നി തടുക്കുകയും ആ ജലം വീണ് അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ കൽമഷമാവുകയും ഉണ്ടായി. അന്നു മുതൽ അന്വർത്ഥമായ കൽമാഷപാദൻ എന്ന അപരാഭിനാദനത്താൽ അറിയപ്പെട്ട രാജാവ് വസിഷ്ഠപാദങ്ങളിൽ വീണ് ക്ഷമായാചനം ചെയ്തു. മഹർഷി ശാപമോക്ഷം നൽകി. രാജൻ വർഷങ്ങൾ 12 കഴിയുമ്പോൾ അങ്ങ് പഴയ പോലെ ആയിത്തീരുമെന്ന് മാത്രമല്ല കഴിഞ്ഞ സംഭവങ്ങൾ പാഠമറന്നിരിക്കുകയും ചെയ്യും. ആ സൗദാസന്റെ യാഗഭൂമിയെക്കുറിച്ചായിരുന്നു അന്ന് രാത്രി വാൽമീകിയുടെ ആശ്രമത്തിൽ താമസിച്ച ശത്രുഘ്നന്റെ ചോദ്യവും മഹർഷിയുടെ കഥാരൂപത്തിലുള്ള ഉത്തരവും. അതേ രാത്രിയിൽ തന്നെ വാൽമീകിയുടെ സംരക്ഷണയിൽ കഴിഞ്ഞിരുന്ന സീത തേജസ്വികളായ 2 ആൺകുട്ടികൾക്ക് ജന്മമേകി. ഇരട്ട കുട്ടികൾ കുശൻ എന്നും ലവൻ എന്നും പേരുകളിൽ പിൽക്കാലത്ത് ലോകപ്രസിദ്ധരായി തീരുമെന്ന് മഹർഷി ആശീർവദിച്ച് അവർക്ക് അനുഗ്രഹമേകി. തന്റെ ആരാധ്യപുരുഷനായ ജ്യേഷ്ഠൻ ശ്രീരാമന് പുത്രന്മാർ ജനിച്ചിരിക്കുന്നു എന്ന് ആശ്രമവാസികൾ പറഞ്ഞറിഞ്ഞ ശത്രുഘ്നൻ ആഹ്ലാദഭരിതനായി മാതൃതുല്യയായ ജ്യേഷ്ഠത്തിയെ കണ്ട് ഭക്തിയോടെ പാദങ്ങളിൽ നമസ്കരിച്ചു. അടുത്ത ദിവസം മഹർഷിയുടെ അരിജ്ഞയോടുകൂടി ആശ്രമം വിട്ടിറങ്ങി തനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന കൃത്യം അനുഷ്ഠിക്കുന്നതിനായി യാത്രയായി. ദിവസങ്ങൾ 7 കഴിഞ്ഞതോടുകൂടി കാളിന്ദി നദീതീരത്തിൽ എത്തിച്ചേർന്ന ശത്രുഘ്നൻ അന്ന് രാത്രി മുനിവാടത്തിൽ തങ്ങുന്നതിനിടയിൽ ച്യവന മഹർഷിയോട് ചോദിച്ചു, മഹാത്മൻ, ലവണാസുരന്റെ ശക്തി, അവന്റെ ആയുധമായ ശൂലത്തിന്റെ പ്രത്യേകത, അവന്റെ വീരകൃത്യങ്ങൾ മുതലായവയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരാമോ?
ച്യവനൻ പറഞ്ഞു, ശത്രുഘ്ന, ലവണന്റെ സാഹസിക പ്രവൃത്തികളിൽ ഒന്ന് മാത്രം അല്പം വിവരിക്കാം. ഇനിയും ഏറെ അനേകമുണ്ടെങ്കിലും അങ്ങയുടെ ഒരു പൂർവികനായ മാന്ധാതാവ് ദേവലോകം കീഴടക്കുവാൻ ആലോചിക്കുന്നു എന്നറിഞ്ഞ ദേവേന്ദ്രൻ ഒരു പണി പറ്റിച്ചു. വീരാഗ്രണിയായ രാജാവിനെ കുടുക്കിൽ ചാടിക്കുന്നതിനായി സ്വർഗനാഥൻ പറഞ്ഞു, അദ്ദേഹത്തെ ലവണാസുരൻ നിസ്സാരനാക്കി തള്ളിയിരിക്കുന്നു എന്ന്. മാന്ധാതാവ് നേരെ ചെന്ന് യുദ്ധത്തിലിടഞ്ഞപ്പോൾ ലവണാസുരന്റെ ശൂലം തറച്ച് ഭസ്മമായിപ്പോയി. അടുത്ത ദിവസം വൈകുന്നേരം ലവണാസുരൻ സ്വഭവനത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ കണ്ടത് ഗോപുരദ്വാരത്തിൽ യുദ്ധസന്നദ്ധനായി നിൽക്കുന്ന ശത്രുഘ്നെയായിരുന്നു. അവൻ വിളിച്ചു പറഞ്ഞു, എടാ, ഞാൻ അകത്തു പോയി ആയുധമെടുത്ത് കൊണ്ടുവരട്ടെ, അതുവരെ നീ ഇവിടെ തന്നെ കാത്തു നിൽക്കണം കേട്ടോ. കടത്തിവിട്ടാൽ ദിവ്യശൂലവുമായി അവൻ തിരിച്ചു വരുമെന്ന് അറിയാമായിരുന്ന ശത്രുഘ്നൻ അതിന് സമ്മതിക്കാതെ ദ്വന്ദ്വയുദ്ധത്തിലേറ്റു. ഘോരമായ ആ സമരം വളരെ നേരം നീണ്ടു നിന്നപ്പോഴേക്കും ശത്രുഘ്നൻ ശ്രീരാമദത്തമായ ദിവ്യാസ്ത്രം പ്രയോഗിച്ച് പ്രതിയോഗിയെ വധിച്ച് നിലത്ത് വീഴ്ത്തി. അസുരാധമന്റെ നിര്യാണത്തിൽ ആഹ്ലാദഭരിതനായി തീർന്ന ദേവേന്ദ്രൻ പറഞ്ഞു, ശത്രുഘ്ന, വരം ചോദിച്ചുകൊള്ളൂ. അതനുസരിച്ച് ശത്രുഘ്നൻ ആവശ്യപ്പെട്ടത്, ദേവ, ഈ സ്ഥലം മനോഹരമായ ഒരു നഗരമാക്കി മാറ്റിത്തരാൻ ദയവുണ്ടാവണം എന്നാണ്. അങ്ങനെ ദേവനിർമ്മിതവും അതിരമ്യവുമായ ശൂരസേനമെന്ന നഗരം നിലവിൽ വന്നതോടുകൂടി ശത്രുഘ്നൻ ശ്രീരാമന്റെ ആജ്ഞപ്രകാരം തന്റെ സൈനികരോടൊത്ത് അവിടുത്തെ അധിപനായി പാർപ്പു തുടങ്ങി. വർഷങ്ങൾ ഓരോന്നായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ശത്രുഘ്നപാലിതമായ ശൂരസേന നഗരം ഒന്നിനൊന്ന് അഭിവൃദ്ധമായി കൊണ്ടിരുന്നു. 12 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ശത്രുഘ്നൻ ശ്രീരാമദർശനത്തിൽ അത്യുത്സുകനായി അവിടം വിട്ടിറങ്ങി 7-ാം ദിവസം സഞ്ചരിച്ച് വീണ്ടും മാർഗമധ്യത്തിലുള്ള വാൽമീകിയുടെ ആശ്രമത്തിലെത്തി. അന്ന് രാത്രി അവിടെ താമസിച്ചു. മഹർഷിയുടെ സ്നേഹപൂർണമായ ആതിഥ്യം സ്വീകരിച്ച് രാത്രിയിൽ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്ന ശത്രുഘ്നന്റെ കർണങ്ങളിൽ അമൃതമധുരമായ ഒരു ഗാനം കടന്നു വന്നു. ഗാനരൂപേണയുള്ള ശ്രീരാമചരിത്ര ശ്രവണം ശ്രീരാമാനുജനെ സ്വർഗസുഖം അനുഭവിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ശരീരത്തിലാകെ പുളകം ചാർത്തുകയും നയനങ്ങളിൽ നിന്ന് സന്തോഷാശ്രുധാര പ്രവഹിക്കുകയും ചെയ്തു. ആരാണ് പാടുന്നതെന്നും മറ്റും വാൽമീകിയോട് ചോദിച്ചറിഞ്ഞാൽ നന്നായിരിക്കുമെന്ന് ചില അനുചരന്മാർ അഭിപ്രായപ്പെട്ടപ്പോൾ ശത്രുഘ്നൻ അവരോട് പറഞ്ഞു, മഹർഷിയുടെ ആശ്രമത്തിൽ ഇമാതിരി അനേകം അത്ഭുതങ്ങൾ കേൾക്കാനും കാണാനും കഴിഞ്ഞെന്ന് വരും. അവയെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുന്നത് യുക്തമല്ല. നേരം പുലർന്നപ്പോൾ ശത്രുഘ്നൻ വാൽമീകിയോട് വിടവാങ്ങി യാത്ര ചെയ്ത് അയോധ്യയിലെ കൊട്ടാരത്തിലെത്തി ശ്രീരാമന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അതിനുശേഷം ലവണാസുരവധം മുതൽ 12 സംവത്സരകാലം നടന്ന സംഭവങ്ങളുടെ വിശദരൂപം ജ്യേഷ്ഠന് നൽകി. സ്ഥിരമായി അയോധ്യയിൽ താമസിക്കണം എന്നതായിരുന്നു ശത്രുഘ്നന്റെ ആവശ്യമെങ്കിലും പുതിയ രാജ്യത്തിന്റെ സംരക്ഷണമാണ് ഏറ്റവും പ്രധാനമെന്ന വാദം ഉന്നയിച്ച് ശ്രീരാമൻ ഒരാഴ്ച കഴിഞ്ഞ് ശത്രുഘ്നനെ തിരിച്ചയച്ചു. രാമരാജ്യത്തിൽ അന്നോളം നടന്നിട്ടില്ലാത്ത ദുസ്സംഭവങ്ങളിലൊന്നായ ഒരു ബാലമരണത്തിന്റെ കാരണം കണ്ടുപിടിക്കുവാനും നിവാരണമാർഗം കണ്ടെത്തുവാനും ശ്രീരാമൻ നിർബന്ധിതനായി. ഒരു ബ്രാഹ്മണൻ തന്റെ പുത്രനായ ബാലന്റെ മൃതശരീരം വഹിച്ചുകൊണ്ട് ശ്രീരാമന്റെ മുമ്പിൽ വെച്ചിട്ട് ഹൃദയം പൊട്ടുമാർ കരയുകയും രാജാവിന്റെ ഏതോ അധർമ്മത്തിന്റെ ഫലമായാണ് താൻ ഈ ദുരിതം അനുഭവിക്കുന്നതെന്ന് പറയുകയും ചെയ്തു. ആ സമയത്ത് സന്നിഹിതനായിരുന്ന മഹർഷിവര്യന്മാരുടെ അഭിപ്രായം ശ്രീരാമൻ ആരാഞ്ഞപ്പോൾ നാരദൻ ഇങ്ങനെ പറഞ്ഞു, കൃതയുഗത്തിൽ തപസ്സികൾ ബ്രാഹ്മണരായിരുന്നു, ത്രേതായുഗത്തിൽ ക്ഷത്രിയരും, ദ്വാപരയുഗത്തിൽ വൈശ്യരും ബ്രാഹ്മണരോടൊത്ത് തപസ്സിന് അർഹരായി. ഇപ്പോഴത്തെ ത്രേതായുഗത്തിൽ ശൂദ്രർക്ക് അതിനുള്ള അധികാരമില്ല. അങ്ങയുടെ രാജ്യത്തിൽ എവിടെയോ ദുഷ്ടനായ ഒരു ശൂദ്രൻ തപസ് ചെയ്യുന്നുണ്ട്. ആ അധർമ്മത്തിന്റെ ഫലമാണ് ഈ ബാലമരണം. ശ്രീരാമൻ ഉടനെ തന്നെ പുഷ്പകത്തെ സ്മരിച്ചു വരുത്തി ആ ദിവ്യവിമാനത്തിൽ കയറി പശ്ചിമദിക്കിലും ഉത്തരദിക്കിലും പൂർവ്വദിക്കിലും പര്യടനം നടത്തിയിട്ട് ദക്ഷിണ ദിക്കിലേക്ക് പോയപ്പോൾ അവിടെ ഒരിടത്ത് ഒരുവൻ തലകീഴായി കിടന്ന് തപസ് ചെയ്യുന്നത് കാണാനിടയായി. അദ്ദേഹം തപസ്വിയോട് ചോദിച്ചു മനസ്സിലാക്കി അയാൾ ശൂദ്രനാണെന്നും ഉടലോടുകൂടി സ്വർഗലോകം പ്രാപിക്കുന്നതിനായി ഈ കഠിന തപസ് അനുഷ്ഠിക്കുകയാണെന്നും. നീതിന്യായാധിപനും കൂടിയായ രാജാവ് അപരാധി എന്ന് കരുതിയ ആൾക്ക് നൽകിയത് വധശിക്ഷയായിരുന്നു. വധശിക്ഷ നടപ്പിലാക്കിയപ്പോൾ മൃതനായ ബാലൻ ജീവിച്ചെഴുന്നേറ്റു എന്നറിവായതിനു ശേഷം ശ്രീരാമൻ വീണ്ടും പുഷ്പകത്തിൽ കയറി സഞ്ചരിച്ച് അഗസ്ത്യാശ്രമത്തിലെത്തി. മഹർഷി ശ്രീരാമന് ഉജ്ജ്വലപ്രഭ വിതർന്നതും അതിമനോഹരവും വിശ്വകർമാവ് നിർമ്മിച്ചതുമായ ഒരു ദിവ്യാഭരണം സമ്മാനിച്ചിട്ട് അതിൻ്റെ കഥ കേൾപ്പിച്ചു. പണ്ടൊരിക്കൽ അഗസ്ത്യൻ തപസ്സിനായി തിരഞ്ഞെടുത്ത വനത്തിൽ മൃഗങ്ങളോ പക്ഷികളോ മറ്റു ജീവികളോ ഇല്ലെന്ന് കണ്ട് ഒന്ന് ചുറ്റി നടന്നു നോക്കാനായി ഇറങ്ങി നടന്നപ്പോൾ ഒരിടത്ത് വിചിത്രവും ബീഭത്സവുമായ ഒരു കാഴ്ച കണ്ടു.
ആകാശത്ത് നിന്ന് ഒരു ദിവ്യ വിമാനം വനത്തിലിറങ്ങി അതിലുണ്ടായിരുന്ന ഒരു ദിവ്യ വേഷധാരി അടുത്ത് കിടന്ന ഒരു ശവശരീരത്തിൽ നിന്ന് മാംസമെടുത്ത് ഭക്ഷിച്ചു തുടങ്ങി. യാതൊരു കേടും പറ്റാതെ ജീവനുള്ള മാതിരി കിടന്നിരുന്ന ആ ശവശരീരം ദിവ്യവേഷധാരി ആവുന്നത്ര മാംസമെടുത്ത് തിന്നിട്ടും പഴയ പോലെ അക്ഷയനായി കിടന്നു. അതൊരു പ്രത്യേകതയായിരുന്നു. ആകാശത്ത് നിന്ന് വന്നയാൾ ഭക്ഷണം കഴിഞ്ഞ് വിമാനത്തിൽ കയറാൻ ഭാവിച്ചപ്പോൾ അഗസ്ത്യൻ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, അങ്ങ് ആരാണെന്നും എന്തിനാണ് ശവശരീരത്തിലെ മാംസം തിന്നതെന്നും അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് കിട്ടിയ കഥാരൂപത്തിലുള്ള മറുപടി ഇങ്ങനെയായിരുന്നു. സുദേവൻ എന്ന വിദർഭ രാജാവിന് 2 പത്നിമാരിൽ ശ്വേതൻ എന്നും സുരഥൻ എന്നും പേരുള്ള 2 പുത്രന്മാരുണ്ടായിരുന്നു. രാജാവിന്റെ ചരമാനന്തരം മൂത്തവനായ ശ്വേതൻ സിംഹാസനാരൂഢനായി ധർമ്മത്തിൽ അടിയുറച്ച് രാജ്യഭരണം നടത്തി. വളരെ കാലം കഴിഞ്ഞപ്പോഴേക്കും തന്റെ ആയുർദൈർഘ്യം കൃത്യമായി അറിയുവാൻ സാധിച്ച ശ്വേതൻ അനുജൻ സുരഥന് രാജ്യം നൽകിയിട്ട് ഈ വനത്തിൽ വന്ന് ഉഗ്രതപസ്സിൽ മുഴുകി. അതിന്റെ ഫലമായി ബ്രഹ്മലോകപ്രാപ്തി സിദ്ധമായെങ്കിലും അവിടെയും അസഹനീയമായ ക്ഷുത്പിപാസാപീഡിതനായപ്പോൾ ബ്രഹ്മദേവനോട് പരിഹാരം അപേക്ഷിച്ചു. ബ്രഹ്മദേവൻ അരുളി ചെയ്തു, ശ്വേത, വിതയ്ക്കാത്തതൊന്നും മുളയ്ക്കുകയില്ലല്ലോ. നീ കഠിന തപസ് അനുഷ്ഠിച്ചുവെങ്കിലും ദാനാദി പുണ്യകർമ്മങ്ങൾ ചെയ്തില്ലെന്ന് മാത്രമല്ല, നല്ല ഭക്ഷണം കഴിച്ച് സ്വശരീരം പോഷിപ്പിക്കുകയും ഉണ്ടായി. ഇനിമേൽ നീ നിന്റെ ശരീരത്തിലെ മാംസം തന്നെ ദിവസവും തിന്നുകൊണ്ടിരിക്കണം. വളരെ കാലം കഴിഞ്ഞ് ഒരു ദിവസം അഗസ്ത്യ മഹർഷി നിന്റെ അടുക്കിലേക്ക് വരും. അന്ന് നിന്റെ ദുരിതം അവസാനിക്കും. അതനുസരിച്ച് തനിക്ക് മോചനം നൽകിയ അഗസ്ത്യന് ശ്വേതൻ കൃതജ്ഞതാസൂചകമായി സമ്മാനിച്ച ദിവ്യാഭരണമാണ് മഹർഷി അനുഗ്രഹാശിസുകളോടെ ശ്രീരാമന് നൽകിയത്. അഗസ്ത്യ മഹർഷിയുടെ സ്നേഹനിർഭരമായ ആതിഥ്യം സ്വീകരിച്ച് ഒരു ദിവസം ആശ്രമത്തിൽ താമസിച്ചിട്ട് ശ്രീരാമൻ പുഷ്പക വിമാനാരൂഢനായി അയോധ്യ നഗരിയിൽ മടങ്ങിയെത്തി. അടുത്ത നടപടിയായി നടത്തപ്പെട്ട അശ്വമേധയാഗത്തിനായി തിരഞ്ഞെടുത്തത് ഗോമതി നദീ തീരസ്ഥമായ നൈമിശാരണ്യമായിരുന്നു. സാമന്ത രാജാക്കന്മാരും അവരുടെ പരിവാരങ്ങളും മുനിമാരും അവരുടെ ശിഷ്യസഞ്ചയങ്ങളും രാജഭക്തരായ പ്രജകളും തിങ്ങിക്കൂടിയ യാഗരംഗത്തിൽ എല്ലാവരുടെയും ശ്രദ്ധയാകർഷിച്ചത് വിഭീഷണൻ, സുഗ്രീവൻ, ഹനുമാൻ, മറ്റു വാനരശ്രേഷ്ഠന്മാർ എന്നിവരായിരുന്നു. ഇത്ര ഗംഭീരമായ ഒരു അശ്വമേധം ഇന്നോളം നടന്നിട്ടില്ല, ഇനി നടക്കുകയുമില്ല എന്നതായിരുന്നു എല്ലാവരുടെയും അഭിപ്രായം. സുദീർഘമായ യാഗം നടക്കുന്നതിനിടയിൽ ഒരു ദിവസം വാൽമീകി മഹർഷി തന്റെ ശിഷ്യന്മാരും ശ്രീരാമന്റെയും സീതയുടെയും പുത്രന്മാരുമായ കുശലവന്മാരോട് പറഞ്ഞു, നിങ്ങൾ രാജധാനിയിലേക്ക് പോയി എല്ലായിടത്തും നടന്ന് ഞാൻ രചിച്ച രാമായണ കാവ്യം പാടണം. ശ്രീരാമൻ ആവശ്യപ്പെട്ടുവെങ്കിൽ മാത്രം നിങ്ങൾ അദ്ദേഹത്തിന്റെ മുൻപിൽ പാടിയാൽ മതി. ധനത്തിൽ അല്പം പോലും ആഗ്രഹമുണ്ടാവരുത്. ആരുടെ പുത്രന്മാരാണ് നിങ്ങളെന്ന് ശ്രീരാമൻ ചോദിച്ചാൽ വാൽമീകിയുടെ ശിഷ്യന്മാർ എന്ന് വേണം പറയുവാൻ. പരമഗുരുവിന്റെ ആജ്ഞാനുസരണം തെരുവുകളിലൂടെ രാമായണം പാടിക്കൊണ്ട് നടക്കുന്ന കുശലവന്മാരുടെ ഗാനമാധുര്യത്തെയും കാവ്യമാധുര്യത്തെയും കുറിച്ച് അറിവായ ശ്രീരാമൻ അവരെ യജ്ഞശാലയിലേക്ക് വരുത്തി പാട്ടുപാടുവാൻ കൽപ്പിച്ചു. 2 ബാലന്മാർക്കും ശ്രീരാമനോടുള്ള അത്ഭുതകരമായ സാദൃശ്യം കണ്ട സദസ്യർ അവരുടെ രാമായണ ഗാനാലാപത്തിൽ സർവവും മറന്ന് ആനന്ദ സമുദ്രത്തിൽ മുങ്ങിയും പൊങ്ങിയും കിടക്കുകയായിരുന്നു. ആദ്യ ദിവസത്തിലെ പരിപാടി അവസാനിച്ചപ്പോൾ ബാലന്മാർക്ക് 18,000 സ്വർണ്ണ നാണയങ്ങൾ പാരിതോഷികമായി നൽകുവാൻ ശ്രീരാമൻ കൽപ്പിച്ചു. എന്നാൽ കാട്ടിൽ കായികനികൾ തിന്ന് കഴിയുന്ന തങ്ങൾക്ക് പണം ആവശ്യമില്ല എന്ന് പറഞ്ഞ് കുശനും ലവനും പ്രതിഫലം സ്വീകരിക്കുവാൻ വൈമുഖ്യം പ്രകടിപ്പിക്കുകയാണ് ഉണ്ടായത്. അവരുടെ നടപടി നിറഞ്ഞ സദസ്സിലെ എല്ലാവരെയും മാത്രമല്ല ശ്രീരാമനെയും അത്യധികം ആശ്ചര്യപ്പെടുത്തി. അനന്യസാധാരണമായ സിദ്ധികളുള്ള 2 ബാലന്മാരും വാൽമീകിയുടെ ശിഷ്യന്മാർ മാത്രമല്ല തനിക്ക് സീതയിലുണ്ടായ പുത്രന്മാരാണെന്ന് മനസ്സിലാക്കിയ ശ്രീരാമൻ ചില മന്ത്രിമാർക്ക് ഒരു നിർദ്ദേശം നൽകി. നിങ്ങൾ മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് അദ്ദേഹത്തിന്റെ ചിന്താഗതിയും സീതയുടെ മനോഭാവവും മനസ്സിലാക്കണം. സീതയ്ക്ക് ദോഷമൊന്നുമില്ലെന്ന് വരികിൽ അവൾ ഇവിടേക്ക് വന്ന് ശപഥം ചെയ്യട്ടെ. മന്ത്രിമാർ വാൽമീകിയെ കണ്ട് സംസാരിച്ചതിന് ശേഷം മടങ്ങിയെത്തി ശ്രീരാമനോട് പറഞ്ഞു, സീത ഭർത്തൃശാസ്ത്രം അനുസരിച്ച് ശപഥം ചെയ്യുന്നതാണെന്ന്. അക്കാര്യം എല്ലാവരെയും അറിയിച്ചതിന്റെ ഫലമായി ശപഥം നിശ്ചയിച്ചിരുന്ന അടുത്ത പ്രഭാതത്തിൽ കാലയെ കൂട്ടി തന്നെ സഭാതലം നിറഞ്ഞു കവിയുകയായി. എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർ പാലിക്കുന്ന പരിപൂർണമായ നിശബ്ദത സഭാതലമാകെ വ്യാപിച്ചിരിക്കെ സീതയാൽ അനുഗതനായി വാൽമീകി മഹർഷി അവിടേക്ക് കയറിച്ചെന്നു. ശ്രീരാമനെ ഹൃദയത്തിൽ കുടിയിരുത്തിയവളായി മുകുളീകൃത പാണിയായി ബാഷ്പാകുല നേത്രയായി പ്രവേശിച്ച സീതാദേവിയുടെ ദർശനം സദസ്യരെ എന്തെന്നില്ലാതെ വേദനിപ്പിച്ചു. ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചിട്ടുള്ളവരെന്ന് എല്ലാവരും വിശ്വസിക്കപ്പെടുന്ന മുനിപുങ്കവന്മാരുടെ മനസ്സിളകുകയും കണ്ണുകളിൽ ചുടുജലം നിറഞ്ഞൊഴുകുകയും ചെയ്തു.
സദസ്സിന്റെ നടുവിലൂടെ വാൽമീകി മഹർഷി മുമ്പോട്ട് ചെന്ന് സിംഹാസനത്തിന് മുമ്പിലെത്തി പ്രൗഢഗംഭീരമായ സ്വരത്തിൽ ശ്രീരാമനോട് സംസാരിച്ചു. ദശരഥപുത്രനായ മഹാരാജാവെ, ധർമ്മചാരിണിയും പതിവ്രതാ ശിരോമണിയുമായ സീത, അപകീർത്തി ഭയന്ന് അങ്ങയാൽ എൻ്റെ ആശ്രമ സമീപത്തിൽ പരിത്യജിക്കപ്പെട്ട സീത ഇതാ എന്നോടുകൂടെ വന്നിരിക്കുകയാണ്. ഞാനിതാ ചിലതൊക്കെ ഉറക്കെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. 1000 സംവത്സരം കൊണ്ട് ഞാൻ നേടിയിട്ടുള്ള തപോഫലം സീതയ്ക്ക് കുറ്റമുണ്ടെങ്കിൽ എനിക്ക് കിട്ടാതിരിക്കട്ടെ. മനസ്സാ വാചാ കർമ്മണ സീത പാപം ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമേ എനിക്ക് തപോഫലം ആവശ്യമുള്ളൂ. സീതയുടെ ചരിതത്തിലെ ഓരോ അക്ഷരവും തികച്ചും പരിശുദ്ധിയുടെ രൂപമാണ്. പാതിവ്രത്യത്തിൻ്റെ മൂർത്തീകരണമാണ് ഇവളെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഇവളിപ്പോൾ അങ്ങയെ അക്കാര്യം ബോധ്യപ്പെടുത്തും. സഭാമധ്യത്തിൽ നിന്നുകൊണ്ട് സീത ചുറ്റിനും വന്ന് കണ്ണോടിച്ചിട്ട് കൈകൾ കൂപ്പി കീഴോട്ട് നോക്കി പറഞ്ഞു, ഞാൻ ശ്രീരാമനെ ഒഴിച്ച് മറ്റാരെയും നനച്ചിട്ടില്ല എന്ന് വരികിൽ ദേവി എനിക്കൊരു പഴുത് തരയണമേ. ഞാൻ മനസ്സാലും വാക്കാലും കർമ്മത്താലും ശ്രീരാമനെ മാത്രം അർച്ചിച്ചിട്ടുണ്ടെന്ന് വരികിൽ ദേവി എനിക്കൊരു പഴുത് തരയണമേ. ശ്രീരാമനെ അല്ലാതെ മറ്റൊരാളെ ഞാൻ സ്മരിച്ചിട്ടില്ലെന്ന് പറയുന്നത് സത്യമാണെങ്കിൽ ദേവി എനിക്കൊരു പഴുത് തരയണമേ. സീത അത്രയും പറഞ്ഞു തീർന്നതേയുള്ളൂ. അതാ നിറഞ്ഞിരിക്കുന്ന സദസ്യരുടെ കൺമുമ്പിൽ വെച്ച് അവിശ്വസനീയമായി തോന്നിയേക്കാവുന്ന ഒരു മഹാത്ഭുതം സംഭവിക്കുകയാണ്. ദിവ്യരത്നങ്ങൾ ധരിച്ച് നാഗങ്ങൾ വിടർത്തിയ ഭണങ്ങൾ കൊണ്ട് താങ്ങുന്ന ഒരു ദിവ്യസിംഹാസനം ധരണീതലത്തിനിടയിൽ നിന്ന് ഉയർന്നു വരുന്നു. ദിവ്യസിംഹാസനത്തിൽ ഉപവിഷ്ടയായിരിക്കുന്ന ഭൂമിദേവി തൃക്കൈകളെ കൊണ്ട് സീതയെ പിടിച്ച് തന്നോടൊപ്പം ദിവ്യസിംഹാസനത്തിൽ ഇരുത്തുന്നു. ഭൂമിദേവിയും സീതയും ദിവ്യസിംഹാസനവും നാഗങ്ങളുമെല്ലാം വിടവിലൂടെ താഴ്ന്ന് പ്രേക്ഷകരുടെ കണ്ണുകളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. ധർമ്മപത്നിയുടെ തിരോധാനത്തിൽ ശ്രീരാമന്റെ ഹൃദയത്തിൽ നിറഞ്ഞു കവിഞ്ഞ ദുഃഖത്തെ ചില നിമിഷങ്ങൾക്കുള്ളിൽ മാറ്റി നിർത്തി നുരഞ്ഞു പൊങ്ങുന്ന ക്രോധം ഭൂമിദേവിയുടെ നേർക്ക് തിരിഞ്ഞു. സീതയെ കൊണ്ടുപോയ അതേ മാതിരിയിൽ എനിക്ക് മടക്കി തന്നില്ലെങ്കിൽ ഞാനിപ്പോൾ ഭൂമിദേവി നിന്നെ നശിപ്പിക്കും. ശ്രീരാമകോപം പൊട്ടിത്തെറിച്ചാൽ ഉണ്ടായേക്കാവുന്ന ഭവിഷ്യത്തുകൾ അറിയാമായിരുന്ന ബ്രഹ്മാവ് ഓടിയണഞ്ഞ് സ്വാതന്ത്ര്യവാക്കുകൾ അരുളി. അങ്ങ് ഇമാതിരി വികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൂടാ. മഹാവിഷ്ണുവിൻ്റെ മനുഷ്യാവതാരമാണ് അങ്ങെന്ന് ഞാൻ ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ടോ? മറ്റൊന്നുണ്ട്, വാൽമീകി രചിച്ച രാമായണത്തിൽ അങ്ങയുടെ ഭാവി ജീവിതത്തിലെ സംഭവങ്ങളും വിവരിച്ചിട്ടുണ്ട്. അങ്ങ് അവയും വായിച്ചു കേൾക്കണം. അതനുസരിച്ച് കുശലവന്മാരാൽ പാരായണം ചെയ്യപ്പെട്ട ഭവിഷ്യൽ കഥ സമാപിക്കുകയും അശ്വമേധയാഗം സമംഗളം അവസാനിക്കുകയും ചെയ്തുവെങ്കിലും ശ്രീരാമൻ സീതാവിരഹത്തിൽ ഉദ്വിഗ്നമാനസനായി കഴിഞ്ഞുകൂടി. സപത്നീകനായ ഒരു പുരുഷന് മാത്രമേ അശ്വമേധയാഗം അനുഷ്ഠിക്കുന്നതിന് അവകാശമുള്ളൂ എന്നിരിക്കെ സീതയുടെ സ്വർണ്ണപ്രതിമ സ്ഥാപിച്ച് ശ്രീരാമൻ യാഗനിയമം പരിപാലിച്ചു എന്നതും ശ്രദ്ധേയമായിരുന്നു. യാഗാവസാനത്തിൽ സാമന്ത രാജാക്കന്മാരും ലങ്കേശ്വരനും വാനര പ്രമുഖന്മാരും മറ്റു സന്ദർശകന്മാരും ഇനി ഒരിക്കലും മനസ്സിൽ നിന്ന് മായാത്ത സ്മരണകളോടുകൂടി അയോധ്യയിൽ നിന്ന് താങ്കളുടെ ആസ്ഥാനങ്ങളിലേക്ക് യാത്രയായി. ധർമ്മബന്ധാവിൽ നിന്ന് അണുമാത്രയെങ്കിലും വ്യതിചലിക്കാത്ത ശ്രീരാമൻ രാജ്യപരിപാലനം ചെയ്തുകൊണ്ടിരിക്കെ ഒന്നൊന്നായി രാജമാതാക്കളായ കൗസല്യയും കൈകേയിയും സുമിത്രയും ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ച് സ്വർഗസ്ഥനായ ഭർത്താവിൻ്റെ അരികിലേക്ക് പോയി. കേകയ രാജാവായ യുധാജിത്ത് ഗാർഗ്യൻ എന്ന മഹർഷി മുഖാന്തരം ശ്രീരാമന് കൊടുത്തയച്ച സന്ദേശത്തിൽ ഒരു വർത്തമാനവും ഒരു അപേക്ഷയും അടങ്ങിയിരുന്നു. സിന്ധു നദിയുടെ ഉഭയതീരങ്ങളിലും ശൈലൂഷപുത്രന്മാരായ ഗന്ധർവന്മാർ യുദ്ധസന്നദ്ധരായി നിൽക്കുകയാണ്. അതായിരുന്നു വർത്തമാനം. ശ്രീരാമൻ അവരെ കീഴടക്കി 2 നഗരങ്ങൾ സ്ഥാപിക്കണമെന്നത് അപേക്ഷയും. അതനുസരിച്ച് ശ്രീരാമനാൽ നിയുക്തനായ ഭരതൻ ഒരു മഹാസൈന്യത്തോടുകൂടി കേകയത്തിലെത്തി യുധാജിത്തിനെയും ആ രാജാവിൻ്റെ വൻപടയെയും കൂട്ടി ഗന്ധർവരാജ്യത്തെ ആക്രമിച്ചു. ഗന്ധർവന്മാർ വീരോടുകൂടി ആക്രമണം ചെറുത്തുവെങ്കിലും ഒടുവിൽ ഭരതൻ പ്രയോഗിച്ച സംവർത്തം എന്ന കലാസ്ത്രമേറ്റ് ഹതരാവുകയാണുണ്ടായത്. ഭരതൻ തൻ്റെ പുത്രന്മാരായ തക്ഷനും പുഷ്കലനും യഥാക്രമം തക്ഷശിലയുടെയും പുഷ്കലാവതത്തിൻ്റെയും ആധിപത്യം നൽകി. 5 വർഷം അവരോടൊന്നിച്ച് താമസിച്ചിട്ട് അയോധ്യയിലേക്ക് മടങ്ങി. അതിനുശേഷം ശ്രീരാമൻ കാരുപഥം എന്ന പ്രദേശം കീഴടക്കി ലക്ഷ്മണന്റെ പുത്രന്മാരായ അംഗദന് അംഗദീയം എന്ന നഗരവും ചന്ദ്രകേതുവിന് ചന്ദ്രകാന്തം എന്ന നഗരവും നിർമ്മിച്ചു നൽകി. അവരെ അവിടങ്ങളിലെ രാജാക്കന്മാരായി അഭിഷേകം നടത്തി. ലക്ഷ്മണൻ പുത്രന്മാരോടുകൂടി 1 വർഷക്കാലം താമസിച്ചതിനു ശേഷം ശ്രീരാമന്റെ അരികിൽ തിരിച്ചെത്തി. ആണ്ടുകൾ, നൂറ്റാണ്ടുകൾ, 1000 ആണ്ടുകൾ, 10,000 ആണ്ടുകൾ കടന്നുപോയി. സീതാദേവിയെ ഭൂമിദേവി കൂട്ടിക്കൊണ്ടുപോയി. ശ്രീരാമനും
അവതാരകാര്യം എല്ലാം നടത്തി കഴിഞ്ഞു. തിരിച്ചു പോകാനുള്ള സമയമായിട്ടുണ്ടാവും. അതിലേക്ക് അടുത്ത ദിവസം.